പ്രണയം ഉണ്ടായി പോവാതിരിക്കാനുള്ള മുൻകരുതലുകൾ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും രക്ഷിതാക്കൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ പരിഹാരം. അതെന്ന് പറഞ്ഞാൽ ഇവരെ എപ്പോഴും സംശയത്തോടുകൂടെ നിരീക്ഷിക്കുക, അവിടെ ഫോൺ പരിശോധിക്കുക എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രണയം ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അത് നിങ്ങളൊന്നും വിചാരിക്കാത്ത മഹാദുരന്തങ്ങളിൽ അതിൻ്റെ പര്യവസാനം അതായിരിക്കും എന്ന് പ്രണയത്തിൻ്റെ മനസ്സ് അവർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യണം, ഒരു കൗമാരപ്രായത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഇത്തരം പ്രണയങ്ങളിലേക്ക് പോയ എത്ര പേരുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ? വളരെ കുറച്ചുണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് അതത് പ്രായങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. ഈ കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി നടന്നൊരു ക്യാമ്പിൽ ഒരു ഉച്ചവരെയുള്ളൊരു സമയത്ത് ഒരു ഫാക്കൽറ്റി ആയിട്ട് ഞാൻ പങ്കെടുത്തു. അപ്പോൾ നമ്മൾ ഇതായിരുന്നു വിഷയം, പ്രണയം. അപ്പോൾ നമ്മളവിടെ അത് ചർച്ച ചെയ്ത് അവിടെ ചോദ്യങ്ങൾക്ക് മറുപടി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നൊരു 6, 7, 8 പെൺകുട്ടികൾ അവിടെ എന്ത് ചെയ്തു, ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ആ പ്രേമങ്ങളെ അവർ വിഡ്രോ ചെയ്തു. അത് പ്രേമിച്ചുകൊണ്ടിരിക്കെ അവർക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രേമത്തിൽ അകപ്പെടാത്ത ആളുകൾക്ക് ആ ബോധം കൊടുക്കുകയാണെങ്കിൽ അവരൊരിക്കലും എന്തില്ല, ഈ വഴിക്കേ പോവില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ അതിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക എങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നിടത്ത് വരുന്ന തകരാറുകളുടെ അനന്തരഫലങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. രക്ഷിതാക്കൾ എന്താ ചെയ്യുക, ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവർ കേട്ട പ്രസംഗങ്ങളിലും പ്രഭാഷണവും കേട്ട ഇതിൻ്റെ തകരാറുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ നടക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. അതായത് ഈ പ്രേമിച്ച പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്ത് ചെയ്യും, പാരൻസിനോട് ഒരു തർക്കത്തിന് തയ്യാറാവും. എന്താ അപ്പോൾ ഇതിന് കുഴപ്പം, അപ്പോൾ അത് അങ്ങനെ പറ്റൂല, അതെനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള സംവാദം. ഈ സംവാദങ്ങൾ ഒരിക്കലും ഒരു കുട്ടിയുടെ മനസ്സ് മാറ്റില്ല. അവൾക്കും അവനും ആഗ്രഹം എന്താണ്, അവർക്ക് ഒന്നിച്ച് ജീവിക്കണം, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ രക്ഷിതാക്കളുടെ തീരുമാനം എന്താ, ഒരിക്കലും ഇത് ഞങ്ങൾ സമ്മതിക്കൂല. അപ്പോൾ അതിന് പോകാൻ പറ്റില്ല, ഇങ്ങനൊരു വിവാഹം പാടില്ല എന്നതിൻ്റെ ന്യായങ്ങൾ ഇവർ പറയും. ഞാൻ വിവാഹം കഴിക്കൂല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാതെ ജീവിച്ചോളാം എന്ന് അവരും പറയും. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രേമങ്ങളെ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ധിക്കരിച്ചൊരു വിവാഹത്തിലേക്ക് പോകും. അപ്പോൾ ഒരു പ്രേമ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ നമ്മൾ അപമാനിതരാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാവും, ഇവർ വളരെ പരസ്യമായി ഇവരെ വെല്ലുവിളിച്ച് അങ്ങാടിയിലൂടെ ഇറങ്ങി അവരൊരു നിക്കാഹും കർമ്മമൊന്നും ഇല്ലാത്തതിന് അവരെന്ത് ചെയ്യും, പരിഭർത്താക്കന്മാരായി ജീവിക്കും. പിന്നെ അത് ചൂണ്ടിക്കാട്ടിയ ആൾക്കാർ പറയും, ഇത് ഇന്നയാളെ മകനാണ്, ഇന്നയാളെ മക്കളാണ് എന്ന് പറയും. അപ്പോൾ ഒരു ശക്തമായ സ്റ്റാൻഡ് എടുക്കണ്ടേ എന്ന് സ്വാഭാവികമായി ചോദിക്കും. നമ്മൾ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതിന് നമ്മൾ എതിരല്ല. പക്ഷേ എങ്കിൽ പോലും ഇത് സംഭവിച്ചു പോയ ഒരു കാര്യത്തിന് മാന്യമായ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ബന്ധുക്കളും നാട്ടിലൊക്കെ പാടവരെ ബഹിഷ്കരിച്ചു, അതിന് പാഠം ഉൾക്കൊള്ളുന്നതാണ്. പ്രേമിക്കുന്നവർക്ക് എന്ത് പാടാം, അവർ പ്രേമിച്ചു കഴിഞ്ഞാൽ അവർക്കത് സാക്ഷാത്കരിക്കണം. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് കെട്ടിത്തൂങ്ങി മരിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ ജീവിക്കാൻ കഴിയില്ലാന്ന്. ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിച്ചാലും ആ സമീപനങ്ങളൊന്നും ഗുണകരമായ ഫലം ചെയ്യൂല. ഒന്നില്ലെങ്കിൽ ഇത് നമ്മൾ ബലം പ്രയോഗിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും, ആകെ മാനസികമായി തളർന്നു പോകും. പിന്നെ ആ പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഏതർത്ഥത്തിലും ഇവൻ്റെ കൂടെ പോകാൻ ഏതർത്ഥത്തിലും തയ്യാറായി വരും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ വളരെ പക്വമായി ഇതിനെ കൈകാര്യം ചെയ്യുവാൻ രക്ഷിതാക്കൾക്ക് നല്ല പരിശീലനം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യ സ്റ്റെപ്പ് പറയണത്, നമ്മുടെ കുട്ടി ആണായാലും പെണ്ണായാലും അവർക്ക് ക്യാമ്പസിലും സ്കൂളുകളിലും ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ട് പ്രേമം എന്നത് 100% കുട്ടികൾക്കും സാധ്യതയുള്ളതാണ്. ഏതെങ്കിലും ഒരു കുട്ടി അതിന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അറിവിൻ്റെയും ഒരു കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം മാറി നിൽക്കണം. അപ്പോൾ നമ്മൾ അത്തരം ബോധ്യങ്ങൾ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തത്, ഇങ്ങനത്തെ വല്ല പ്രേമവും ഒടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ വെറുതെ അവരുമായിട്ട് തർക്കിച്ചിട്ടും വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അവരെ ഇത് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന, നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ട, നമ്മളിപ്പോൾ വാപ്പിയൊക്കെ സംസാരിക്കുമ്പോൾ ഇമോഷണലായി പോകും. അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാം, വളരെ നല്ല നിലക്ക് സംസാരിക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ സംസാരിക്കാം. എൻ്റെ മോളും എൻ്റെ മോനും ഇങ്ങനെ ചെയ്തല്ലോ എന്ന ഒരു മാനസികമായ വികാരത്തോടു കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആത്മസംയമനത്തോടെ അവരെ ഉപദേശിക്കാൻ കഴിയില്ല. അപ്പോൾ അത് കുടുംബത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ കൗൺസിലേഴ്സോ ഇസ്ലാമികമായി ഉപദേശിക്കാൻ പറ്റുന്ന ആളുകളോട് എന്ത് ചെയ്യുക, സംസാരിപ്പിക്കാം. അപ്പോൾ സംസാരിച്ചിട്ട് അവർ സ്വയം പറയണത്, ഞങ്ങൾക്കിത് താല്പര്യമില്ല, ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞങ്ങൾ മാറി നിന്നോളാം എന്ന് അവർ സ്വയം പറയാം. എല്ലാം പരിഹരിച്ചു. ഇനി അതൊന്നും പറയണില്ല, അവർ വാശി പിടിച്ച് മുന്നോട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാൻഡൊക്കെ നടത്തി കൊടുക്കില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു അപകടത്തിലേക്കും ഒരു അപമാനത്തിലേക്കും സമുദായത്തിന് തന്നെ ഒരു വെല്ലുവിളിയായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം, അത് പിന്നെ ഇസ്ലാമികമായി വിവാഹത്തിൻ്റെ നിബന്ധനകൾ പാലിച്ച് ചെയ്യുമ്പോൾ ഇസ്ലാമിക വിവാഹമാകും. അവർ നേരത്തെ പ്രേമിച്ചു എന്നുള്ളത് കൊണ്ട് വിവാഹത്തിൻ്റെ നിബന്ധനകൾ പാലിക്കുമ്പോൾ അത് വിവാഹമല്ലാതാകുന്നില്ല. വിവാഹത്തിന് എന്ത് വേണം, വലിയ വേണം. വാപ്പ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയാൻ തയ്യാറാണ്, 2 സാക്ഷിയും മഹറും ഉണ്ടെങ്കിൽ വിവാഹം. ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ നിബന്ധനകൾ എന്താണ്, അതൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം സാധുവാകും. അപ്പോൾ അത് വളരെ എന്ത് ചെയ്യുക, വലിയ ആഘോഷമൊന്നായിട്ട് നടത്താൻ അവർക്ക് കഴിയില്ലല്ലോ, അവർക്ക് ഇഷ്ടം. അപ്പോൾ അവരത് നടത്തി കൊടുക്കുക.
പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പിന്നെ വരുന്നതൊക്കെ അവരനുഭവിക്കും. ഇതിപ്പോൾ നാട്ടുകാരും എല്ലാവരും പാടെ കൂടി ഇവരെ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്യാണ് അതൊന്നും വേറെ ആരും പ്രേമിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രേമിച്ചവർക്ക് ഒരു തൗബ ഉണ്ടാവുകയും ചെയ്യുമെന്നൊക്കെ വിശ്വസിക്കുന്നത് വെറുതെയാണ്. നമ്മൾ വളരെ പക്വമായി ആണ് ഇതിനൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു വിഷയം, വളരെ കഷ്ടപ്പെട്ട് പിതാവ് മരിച്ചതിന് ശേഷവും മാതാവ് വളരെ പ്രയാസപ്പെട്ട് ആളുകളൊക്കെ പിരിവ് ചോദിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു മകൾ, ആ മകൾ വാശി പിടിച്ച് ഉമ്മയോട് തർക്കിച്ച് ഇതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായി ജീവിതം ആരംഭിച്ചു. അധികം വർഷങ്ങൾ കഴിയാതെ ഇപ്പോൾ വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞ് അവരുടെ ഉമ്മയോട് പറയാൻ പറ്റാത്ത സാഹചര്യം, ഇപ്പോൾ സഹോദരിമാരോടും സഹോദരനോടൊക്കെ സങ്കടം പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നെ മാതാപിതാക്കൾ അന്വേഷിക്കുന്ന അല്ലാത്ത മറ്റൊരു വിവാഹത്തിലൂടെ നമ്മുടെ വാശിക്ക് പോയി കഴിഞ്ഞാൽ കുടുംബക്കാരുടെ അടുത്ത് മാത്രമല്ല, അത് നമ്മളിതിൻ്റെ കൂടെ പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ആളുകളൊക്കെ പറയുന്നു ചെറിയ ശതമാനമൊക്കെ ഇതിന് വിജയസാധ്യത. ഞാനൊക്കെ എൻ്റെ അനുഭവത്തിൽ വിശ്വസിക്കുന്നത് 1% പോലും പ്രേമവിവാഹങ്ങൾക്ക് എന്തില്ല, 2 പേർക്കും ഒരു കുടുംബജീവിതം എന്തല്ല കിട്ടില്ല. ഇനി അപൂർവ മാർഗ്ഗം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അതിന് മാത്രം മതപരമായിട്ട് അവരെന്തായിട്ടുണ്ടായിരിക്കും, ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. ദീനിയായിട്ട് അവരത്രയും ഒരു പെർഫെക്ഷനിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപൂർവ ചില ആളുകൾക്ക് ലഭിക്കും. എന്താ വെച്ചാൽ ഇഷ്ടം പോലെ കാരണങ്ങളാണ് ഇതിലുള്ളത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ പ്രേമം എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പാണല്ലോ. അപ്പോൾ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യണം, ഫ്രണ്ട്സായിട്ടാണ് വരുന്നത്. കാരണം അവർ ആദ്യ സമയത്ത് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണില്ല. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അഭിസംബോധന ചെയ്യുക, ഇവൻ എന്ത് ചെയ്യും, ഓടന്ന് പോടാ, നീ എന്താടാ എന്നല്ലേ ചോദിക്കുക. ഇത് വിവാഹമായി പരിണമിക്കുമ്പോൾ ആ വിവാഹ ദിവസം ഒരു മാറ്റമൊന്നും സംഭവിക്കാൻ പോകില്ല. അതായത് ഇവനോട് ഒരു റെസ്പെക്റ്റും ഇവൾക്ക് ഉണ്ടാവില്ല. ഒന്ന്, ഇവരെന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ജീവിച്ചതുകൊണ്ട് അവൾക്ക് ഏത് കാലത്തും ഇവനൊരു ഫ്രണ്ടായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, ഒരു മാന്യതയില്ലാത്ത ബന്ധം കൊണ്ടല്ലേ ഇത് തുടങ്ങിയത്. അതുകൊണ്ട് അവനൊരു മാന്യനല്ല. എന്നോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് വന്ന് പെരുമാറുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരാളൊരു മാന്യനല്ല എന്ന ഒരു വിചാരം അവളിൽ എന്തായിട്ടും, അവളിൽ മാന്യത കുറവുണ്ടെങ്കിലും അത് അവൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇവനൊരു മാന്യനല്ല എന്ന് അവൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മാന്യനല്ലാത്ത വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളതിന് ചില പരിധികളില്ലേ, അതും പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇത് വാശി പിടിച്ച് കൂടിയ ആളുകളാണതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ടാളും പരസ്പരം എന്ത് ചെയ്യും, വെല്ലുവിളിക്കും. ആരെന്നോട് എൻ്റെ പോരാൻ പറഞ്ഞു, ഞാൻ ഇഷ്ടത്തിന് പോന്നാലേ, എൻ്റെ ബാപ്പിയും മീനോട് പോകണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്ത്, അവള് ഇവനെ വിചാരിച്ച് ഇറങ്ങിപ്പോകുന്ന ത്യാഗമല്ല പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഓർമ്മിക്കപ്പെടുക. അതൊരു നെഗറ്റീവായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, വിലയിരുത്തപ്പെടുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഗുണം ഒരു നിലക്കും നമുക്ക് പ്രേമവിവാഹത്തിൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ പെൺകുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഇവരെന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. കാരണം അവരുടെ അതേപോലെ തന്നെ മകൻ വിവാഹം കഴിക്കുമ്പോൾ പാരൻസിനോട് വേണ്ട വരെ ആലോചിച്ച് അവരുടെ അഭിപ്രായപ്രകാരം കല്യാണം കഴിച്ചില്ലെങ്കിൽ അവരും ആ കല്യാണത്തിലൂടെ അവനെ തൽക്കാലം മനസ്സെന്ന് എന്ത് ചെയ്യും, ഒഴിവാക്കും. അങ്ങനെ ഇത് ചെയ്തു കൊടുത്താൽ പോലും എന്താണ്, ഇഷ്ടത്തോടു കൂടെ ആരും ചെയ്തു കൊടുക്കില്ല. ഇവരെ പുറത്താക്കാതെ തന്നെ അവർ സ്വാഭാവികമായും എന്ത് ചെയ്യും, കുടുംബത്തിൽ നിന്ന് പുറത്താകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രേമവിവാഹം ദോഷമാണ്. ചില രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യും, അതാ നടത്തി കൊടുക്കും, ഓരോ ഇഷ്ടമല്ലേ എന്ന് പറയും. അവർ ചെയ്യുന്ന മഹാ തെറ്റാണ്. കാരണം അതിലൂടെ നമ്മുടെ മക്കൾക്കൊരു ജീവിതം ലഭിക്കില്ല എന്ന ബോധ്യം ഇല്ലാത്ത രക്ഷിതാക്കൾ മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ആൺകുട്ടികളുടെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ പെൺകുട്ടികളെ ചാടിച്ച് കൊണ്ടുപോകാനൊക്കെ അവരുടെ എല്ലാ പിന്തുണകളുണ്ടാകും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട അവരുടെ മകൻ്റെ ഒരു നല്ല കുടുംബജീവിതത്തെ തകർക്കാണെന്ന് അവർ പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.